പ്രിയ വിദ്യാർത്ഥികളെ, എല്ലാവർക്കും നമ്മുടെ ക്ലാസ്സിലേക്ക് സ്വാഗതം. 4 ചാപ്റ്റേഴ്സ് ഫിനിഷ് ചെയ്തു. അരിത്തമെറ്റിക് സീക്വൻസ്, സർക്കിൾസ്, സെക്കൻഡ് ഡിഗ്രി ചാൻസ് ഓഫ് മാത്തമാറ്റിക്സ്, സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ എല്ലാത്തിൻ്റെ ടെസ്റ്റ് പേപ്പേഴ്സ് കഴിഞ്ഞു. യൂണിറ്റ് ടെസ്റ്റുകൾ നടത്തി, നിരന്തരം യൂണിറ്റ് ടെസ്റ്റുകൾ നടത്തി, PDF ക്വസ്റ്റ്യൻസ് തന്നു, മെഗാ ടെസ്റ്റുകൾ കഴിഞ്ഞു. അപ്പോൾ എല്ലാം ഭംഗിയായിട്ട് ചെയ്തു. 4 മെഗാ ടെസ്റ്റ് കഴിഞ്ഞു, 2 യൂണിറ്റ് ടെസ്റ്റുകൾ മിഡ് ടേം എക്സാമും കഴിഞ്ഞു. അത്രയ്ക്ക് ഗംഭീരമായിട്ട് നമ്മൾ പെർഫോം ചെയ്തു. ഇനി 5th ചാപ്റ്ററാണ്. അവിടെ ആദ്യമായിട്ടാണ് ഈ ചാപ്റ്ററിനെ കുറിച്ച് നമ്മൾ പഠിക്കാൻ തന്നെ പോകുന്നത്. ഫസ്റ്റ് അറ്റംപ്റ്റാണ്. ചാപ്റ്ററിൻ്റെ പേര് ട്രിഗണോമെട്രി. ചാപ്റ്ററിൻ്റെ പേര് ട്രിഗണോമെട്രി. 9th പഠിച്ചതാണോ, അല്ലെങ്കിൽ 9th എന്തെങ്കിലും കണ്ടിന്യൂഷൻ ഉണ്ടോ? ഇല്ല. 8th എന്തെങ്കിലും കണ്ടിന്യൂഷൻ ഉണ്ടോ? ഇല്ല. 7th കണ്ടിന്യൂഷൻ ഉണ്ടോ? ഇല്ല. കുറച്ച് കാൽക്കുലേഷൻസൊക്കെ എല്ലാത്തിലുണ്ട്, ബേസിക് കാൽക്കുലേഷൻസ് ഉണ്ടാവും. മറിച്ച് വേറൊരു കണ്ടീഷൻസും അല്ലെങ്കിൽ ഒരു കണ്ടിന്യൂറ്റിയും നമുക്ക് ഈ ചാപ്റ്ററിലേക്ക് ഇല്ല. അപ്പോൾ വാട്ട് ഈസ് മീൻ ബൈ ട്രിഗണോമെട്രി? എന്തോ ഒരു സാധനം അല്ലേ ട്രിഗണോമെട്രി. വാട്ട് ഈസ് മീൻ ബൈ ട്രിഗണോമെട്രി? Trigonometry is the branch of mathematics. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ it is a branch of mathematics. It is the study of sides and angles of a right-angled triangle. It is the study of sides and angles of a right-angled triangle. പണ്ട് കാലത്ത്, അതിപുരാതന കാലത്ത്, heights of mountain, width of the river, അങ്ങനെയുള്ള മെഷർമെൻറ്റ്സ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ അപ്രോക്സിമേറ്റ് മെഷർമെൻറ്റ് കോൺസെപ്റ്റ് ആയിരുന്നു യൂസ് ചെയ്തിരുന്നത്. അവിടെ നിന്ന് ഡെവലപ്പ് ചെയ്ത് ഗ്രീക്കിലൊക്കെ ഡെവലപ്പ് ചെയ്ത് വന്ന ഒരു മാത്തമാറ്റിക്കൽ കോൺസെപ്റ്റ് ബ്രാഞ്ചായിട്ട് മാറി, ബ്രാഞ്ച് ഓഫ് മാത്തമാറ്റിക്സ് ആയിട്ട് മാറി ട്രിഗണോമെട്രി. ട്രിഗണോമെട്രി മീൻസ് അതിന് ശരിക്കും വരുന്നത് ട്രൈഗോണോമെട്രിക് എന്നാണ്. 3 എന്നാണ് വരുന്നത്. ട്രൈ എന്ന് പറഞ്ഞാൽ 3. ഗോൺ means sides. Gone means sides. Metric means എന്താണ്? മെഷർമെൻ്റ്. അപ്പോൾ 3 sides മെഷർമെൻ്റ് ആണ്, ശരിക്കും മെഷറാണ് ട്രൈഗോണോമെട്രി. ശരിക്കും എങ്ങനെയാണ് പറയുക? ട്രൈഗോണോമെട്രി. അതിനെ ഷോർട്ടാക്കി ട്രിഗണോമെട്രി. ഇപ്പോൾ ചിലവർക്ക് പറയാൻ കിട്ടാത്തവർക്ക് ട്രിനോട്രി എന്നൊക്കെ പറഞ്ഞ് കളിക്കും. അതാണ് ട്രൈഗോണോമെട്രി. Tri means 3, gon means sides, metric means measure. That is trigonometry. It is the branch of mathematics. It is the study of sides and angles of a right-angled triangle. അപ്പോൾ ഇവിടെ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിളിനെ കുറിച്ച് മാത്രമേ പഠിക്കാനുള്ളൂ. 9th ന്യൂ നമ്പേഴ്സ് എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിൽ അവിടെ ചെറിയൊരു പീസ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. കൺസിഡർ 2 റൈറ്റ് ട്രയാങ്കിൾസിനെ കുറിച്ച്. ആ സമയത്ത് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു സെറ്റ് സ്ക്വയർ. നമ്മുടെ സെറ്റ് സ്ക്വയർ ഉണ്ട് മെഷർമെൻറ്റിലെ ഇൻസ്ട്രുമെൻസിലെ സെറ്റ് സ്ക്വയറിൽ 2 ടൈപ്പ് സെറ്റ് സ്ക്വയർ ഉണ്ട്. ഏതൊക്കെയാണ്? 45, 45, 90യും 30, 60, 90 വരുന്ന 2 സെറ്റ് സ്ക്വയർ. അവിടെ ആ സൈഡ്സിൻ്റെ റേഷ്യോ നമ്മൾ വളരെ വ്യക്തമായിട്ട് പഠിച്ചു അല്ലേ? ആ റേഷ്യോ അപ്ലൈ ചെയ്തിട്ടാണ് നമുക്കിവിടെ ഫസ്റ്റ് ടോപ്പിക്കായിട്ട് വരുന്ന ആംഗിൾസ് ആൻഡ് സൈഡ്സ് എന്ന് പറയുന്നൊരു ടോപ്പിക്ക് വരുന്നത്. എല്ലാവർക്കും ട്രിഗണോമെട്രി എന്ന് പറഞ്ഞിട്ട് ചെയ്താൽ ട്രിഗണോമെട്രി ഇറ്റ് ഈസ് ദ ബ്രാഞ്ച് ഓഫ് മാത്തമാറ്റിക്സ്. ഇറ്റ് ഈസ് ദ സ്റ്റഡി ഓഫ് സൈഡ്സ് ആൻഡ് ആംഗിൾസ് ഓഫ് എ റൈറ്റ് ട്രയാങ്കിൾ. സൈഡിങ് ചെയ്ത ആംഗിൾസ് ആൻഡ് സൈഡ്സ്. എല്ലാവരും കൂടെ ശ്രദ്ധിക്കുക. ഞാനൊരു റൈറ്റ് ട്രയാങ്കിൾ വരച്ചു. ബേസ് 1, ഹൈറ്റ് 1. ഇനി റൈറ്റ് ട്രയാങ്കിൾ ബേസ് 1, ഹൈറ്റ് 1. അപ്പോൾ ഇത് ഐസോസിലസ് റൈറ്റ് ട്രയാങ്കിളാണ്. ഇത് 45 ഡിഗ്രി ആയിരിക്കും. ഇത് എത്രയായിരിക്കും? 45 ഡിഗ്രി ആയിരിക്കും. ദെൻ ഫൈൻഡ് ഹൈപ്പോട്ടന്യസ് യൂസിങ് പൈതഗോറസ് തിയറം. റൂട്ട് ഓഫ് 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ ദാറ്റ് ഈസ് √2. ഇനി റൈറ്റ് ട്രയാങ്കിൾ 45, 45, 90. ദി സൈഡ്സ് ആർ ഇൻ ദി റേഷ്യോ 1:1:√2. ഫസ്റ്റ് പോയിൻ്റ് ആക്കി എഴുതി വെക്കേണ്ടതാണ്. ഇൻ എ റൈറ്റ് ട്രയാങ്കിൾ ഓഫ് ആംഗിൾസ് 45 degree, 45 degree, 90 degree, the sides are in the ratio 1:1:√2 എന്ന് പറഞ്ഞേ.
in a right triangle of angles 45, 45, 90. The sides are in the ratio 1:1 പറഞ്ഞേ 1:1 പറഞ്ഞേ 1:1 അതാണ് ഫസ്റ്റത്തത് വരുന്നത് അല്ലേ. അപ്പോൾ ഒരു ബോക്സിലാക്കി വെക്കാം. ഇൻ എ റൈറ്റ് ട്രയാങ്കിൾ ഓഫ് ആംഗിൾസ് 45, 45, 90 ഡിഗ്രി. ദി സൈഡ്സ് ആർ ഇൻ ദി റേഷ്യോ 1:1 എന്ന് ബോക്സിലാക്കി വെക്കാം. ഓക്കെ. അപ്പോൾ ഇവിടെ സൈഡ് 1 ആകുമ്പോൾ 1, 1, 2. ഇനി 2 ആകുമ്പോൾ എന്തായിരിക്കും വരിക? 2, 2, 2√2 അങ്ങനെയല്ലേ വരിക? 2, 2, 2√2, 1, 1, 1√2, 2, 2, 2√2. 3 ആകുമ്പോഴോ 3, 3, 3√2. 4 ആകുമ്പോഴോ 4, 4, 4√2, 5, 5, 5√2, 6, 6, 6√2, 8, 8, 8√2. ഇതാ പരിപാടി. മനസ്സിലായില്ലേ? എല്ലാം 1 തന്നെ ആയിക്കൊള്ളുന്ന നിർബന്ധമൊന്നുമില്ല. 1 സെൻറ്റിമീറ്റർ അല്ലെ 1 യൂണിറ്റ് ആയിക്കൊള്ളുന്ന നിർബന്ധമില്ല. ദാറ്റ് ഈസ് ബേസ്ഡ് ഓൺ റേഷ്യോ ആണ്. അതായത് ബേസിക് റേഷ്യോ ആണ്. വട്ട് ഈസ് മീൻ ബൈ റേഷ്യോ? റേഷ്യോ ഇസ് ദി കമ്പയറിങ് 2 or more ക്വാണ്ടിറ്റീസ്. അതായത് ഇവരുടെ സൈഡ്സ് തമ്മിലുള്ള ഒരു കമ്പാരിസൺ ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. 1:1 1:1 അപ്പോൾ സൈഡ് മാറുമ്പോൾ 2 ആയി. 2:2 3:3 4:4 5:5 6:6 അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ സൈഡിനനുസരിച്ചിട്ട് മാറിക്കൊണ്ടേയിരിക്കും. ഓർക്കണം, ഓർത്തിരിക്കണം. ഓക്കെ. ഇനി നമുക്ക് വേറൊരു റൈറ്റ് ട്രയാങ്കിൾസും കൂടി പഠിക്കാനുണ്ട്. ആകെ 2 റൈറ്റ് ട്രയാങ്കിൾസിനെ കുറിച്ച് ഈ ചാപ്റ്റർ മുഴുവനായിട്ട് നമുക്ക് പഠിക്കാനുള്ളൂ. അടുത്ത റൈറ്റ് ട്രയാങ്കിൾ നോക്കാം. ദെൻ 1 equilateral triangle has divided into 2 parts. Median has divided into 2 parts അല്ലേ? പെർപെൻഡിക്കുലർ ഇങ്ങോട്ട് വരച്ചപ്പോൾ 2 പാർട്ടായിട്ട് മാറി. ഇത് 90 ഡിഗ്രി, ഇത് 60, ഇത് എത്ര വരിക? 30. അപ്പോൾ ഞാൻ ഇക്വലാറ്ററൽ ട്രയാങ്കിളിൻ്റെ സൈഡ് എല്ലാം 2 ആണ് എടുത്ത് വിചാരിക്കുക. all sides of an equilateral triangle 2 centimeter. Then one altitude has divided into 2 right triangles. Then 30, 60, 90. ഇവിടെ ബേസ് എന്തായിട്ട് മാറുന്നു? നമുക്കറിയാം, പെർപെൻഡിക്കുലർ ഡ്രോൺ ഫ്രം വെർട്ടെക്സ് ടു ബേസ് ബൈസെക്റ്റ് ചെയ്യുന്നു. 1ഉം 1 ആയിട്ട് മാറി. ഇത് ഓൾറെഡി 2 ആണ്. ദെൻ ഓൾട്ടിറ്റ്യൂഡ് കാൽക്കുലേറ്റ് ചെയ്യണം. റൂട്ട് ഓഫ് പറയൂ. ഹൈപ്പോടെന്യൂസ് സ്ക്വയർ മൈനസ് ബേസ് സ്ക്വയർ. 4 - 1 എത്ര വന്നു മക്കളെ? √3. ഓൾട്ടിറ്റ്യൂഡ് ഈക്വൽ ടു √3. അപ്പോൾ നമ്മൾ ഒരൊറ്റ ട്രയാങ്കിൾ മാത്രം കൺസിഡർ ചെയ്തു. അപ്പോൾ ശ്രദ്ധിക്കുക, ഇൻ ആൻ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ 1 median has divided into 2 right triangles. Then consider side of the equilateral triangle 2. Then base has divided into 2. 1 centimeter അല്ലെ 1 unit ആയിട്ട് ഡിവൈഡ് ചെയ്തു. Then altitude equal to using Pythagoras theorem root of 2 square minus 1 square 4 - 1 √3 കിട്ടി. അപ്പോൾ ഇവിടെ ഞാൻ ആ ഷെയ്ഡ് ചെയ്ത ട്രയാങ്കിൾ നോക്കൂ. എല്ലാവരും കണ്ണുരുട്ടി ഇങ്ങോട്ട് നോക്കൂ. ആ ഷെയ്ഡ് ചെയ്ത ട്രയാങ്കിളിൻ്റെ ആംഗിൾസ് ഏതൊക്കെയാണ്? 30, 60, 90. പറഞ്ഞേ 30, 60, 90. അതിൻ്റെ സൈഡ്സിൻ്റെ റേഷ്യോ എത്രയാണ്? 30യുടെ ഓപ്പോസിറ്റ് 1, 60യുടെ ഓപ്പോസിറ്റ് √3, 90യുടെ ഓപ്പോസിറ്റ് 2. അപ്പോൾ എന്താ വരിക? 1:√3:2 എന്ന് പറഞ്ഞാട്ടെ. 1:√3:2. ഇൻ എനി റൈറ്റ് ട്രയാങ്കിൾ ഓഫ് ആംഗിൾസ് 30 degree, 60 degree, 90 degree. The sides are in the ratio 1:√3:2 എന്ന് പറഞ്ഞേ. ഇൻ എനി റൈറ്റ് ട്രയാങ്കിൾ ഓഫ് ആംഗിൾസ് പറഞ്ഞോ 30 degree, 60 degree, 90 degree. The sides are in the ratio 1:√3:2. അപ്പോൾ 30 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡാണ് 1. 60 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡ് വരുന്നത് √3. 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡ് വരുന്നതാണ് 2. അതായത് സ്മോളർ സൈഡ് 1 ആണെങ്കിൽ അതിൻ്റെ ഡബിളാണ് ലാർജർ സൈഡ്. അതിനെ 2 കൊണ്ട്, സ്മോളർ സൈഡിനെ √3 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്തതാണ് മിഡിൽ സൈഡ്. അപ്പോൾ ഇവിടെ 1:√3:2 ആണെങ്കിൽ 2 ആണെങ്കിൽ എന്തായിരിക്കും വരിക? സ്മോളർ സൈഡ് 2 ആണെങ്കിൽ എങ്ങനെ വരും? 2:2 ശരിയല്ലേ? 2ൻ്റെ ഡബിൾ 4, 2നെ √3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ചെറിയ മിഡിൽ സൈഡ് കിട്ടി.
3 ആണെങ്കിലോ 3:3 പറഞ്ഞോളൂ 6. 4 ആണെങ്കിലോ 4:4√3:8. ഡബിൾ, അതിൻ്റെ ഡബിൾ എടുക്കുക. 5 ആണെങ്കിലോ 5:5√3:10. അതായത് 1ൻ്റെ ഡബിളാണ് 2, 2ൻ്റെ ഹാഫാണ് 1, 2ൻ്റെ ഡബിളാണ് 4, 4ൻ്റെ ഹാഫാണ് 2, 3ൻ്റെ ഡബിളാണ് 6, 6ൻ്റെ ഹാഫാണ് 3, 4ൻ്റെ ഡബിളാണ് 8, 8ൻ്റെ ഹാഫാണ് 4, 5ൻ്റെ ഡബിളാണ് 10, 10ൻ്റെ ഹാഫാണ് 5. അപ്പോൾ മിഡിൽ സൈഡ് കാണാനൊക്കെ √3 ചെയ്താൽ മതി. അപ്പോൾ അവിടെ ശ്രദ്ധിക്കുക, 2 ട്രയാങ്കിൾ, റൈറ്റ് ട്രയാങ്കിൾസിനെ കുറിച്ച് മാത്രമേ നമുക്ക് ഈ ചാപ്റ്ററിലുടനീളം പഠിക്കാനുള്ളൂ എന്ന് പറഞ്ഞാൽ എന്ത് ഗംഭീരമായിരിക്കും അത്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും സാധനം, ഭയങ്കര രസകരമായിരിക്കും. അപ്പോൾ അവിടെ ശ്രദ്ധിക്കുക, ഇൻ എനി റൈറ്റ് ട്രയാങ്കിൾ ഓഫ് ആംഗിൾസ് 45 degree, 90 degree, the sides are in the ratio 1:1:√2. പറഞ്ഞാട്ടെ, ഇൻ എനി റൈറ്റ് ട്രയാങ്കിൾ ഓഫ് ആംഗിൾസ് 45 degree, 90 degree, the sides are in the ratio 1:1:√2. ശരിയാണല്ലോ, വെരി ഗുഡാണ്. ഇനി അടുത്തൊന്ന് പറഞ്ഞോളൂ, ഇൻ എനി റൈറ്റ് ട്രയാങ്കിൾ ഓഫ് ആംഗിൾസ് പുറത്തങ്ങോട്ട് 30 degree, 60 degree, 90 degree, the sides are in the ratio 1:√3:2. അപ്പോൾ 1-നനുസരിച്ചിട്ടാണ് എല്ലാം പറഞ്ഞത് അല്ലേ. 1 ആകുമ്പോൾ 45, 90 എങ്ങനെ വരും? 1:1:√2. 2 ആകുമ്പോൾ 2:2:2√2. 3 ആകുമ്പോൾ 3:3:3√2. 4 ആകുമ്പോൾ 4:4:4√2. അപ്പോൾ അത് 30, 60, 90 എങ്ങനെ വരും? 1 ആകുമ്പോൾ 1:√3:2. 2 ആകുമ്പോൾ 2:2√3:4 ഡബിളായി. 3 ആകുമ്പോൾ 3:3√3:6. 4 ആകുമ്പോൾ 4:4√3:8. 7 ആകുമ്പോൾ 7:7√3:14. അത്രയേ ഉള്ളൂ പരിപാടി, നാക്ക്. അപ്പോൾ 2 കാര്യം മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ. ഇൻ എനി റൈറ്റ് ട്രയാങ്കിൾ ഓഫ് ആംഗിൾസ് 45, 90, the sides are in the ratio 1:1:√2. അടുത്തത് എന്താ പഠിക്കാനുള്ളത്? ഇൻ എനി റൈറ്റ് ട്രയാങ്കിൾ ഓഫ് ആംഗിൾസ് 30 degree, 60 degree, 90 degree, the sides are in the ratio 1:√3:2. ഈ 2 മാത്രം മനസ്സിലാക്കി പഠിക്കുക, വൃത്തിയായിട്ട് പഠിക്കുക. ഇതിൽ നിന്ന് മാത്രമാണ് കണ്ടൻറ്റ് വരുന്നത്. ഓക്കെ, കറക്റ്റ് ചെയ്ത് പഠിച്ചാൽ മതി. ഇതിൽ വേറെ തർക്കമൊന്നുമില്ല, മനസ്സിലായല്ലോ. ഒന്ന് റൈറ്റ് ട്രയാങ്കിൾ 45, അവ എവിടെയെങ്കിലും തരും. അങ്ങനെ കിട്ടുന്ന ഫിഗർ മാത്രമേ നിങ്ങൾക്ക് തരത്തുള്ളൂ. ഓക്കെ, ആ 2 കേസ് എഴുതി വെച്ചിട്ടൊരു പ്രോബ്ലത്തിലേക്ക് കിടക്കാം. ആക്ടിവിറ്റി 1 ആയി ഫസ്റ്റ് പ്രോബ്ലം എഴുതാം. ഇൻ ദി ട്രയാങ്കിൾ ഷോൺ ബിലോ. അപ്പം എപ്പോഴും നമ്മളെ മനസ്സിലേക്ക് ഓടിയെത്തണേ, ഉറക്കത്ത് പോലും നമുക്ക് പറയാൻ കഴിയണം 45, 90, 1:1:√2, 30, 60, 90, 1:√3:2, 1:√3:2 അങ്ങനെ പറയാൻ എപ്പോഴും കഴിയണം കേട്ടോ. ഞാൻ എപ്പോഴും ചോദിക്കും. അതുകൊണ്ടാണ് നമ്മളെ ഇൻസ്ട്രുമെൻറ്റ്സ് പോലും 2 റൈറ്റ് ട്രയാങ്കിൾ തന്നിട്ടുണ്ട് അല്ലേ. സെറ്റ് സ്ക്വയറിൽ ഒന്ന് 45, 90, ഒന്ന് 30, 60, 90. അത് നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള സാധനമാണ്, അല്ലാണ്ട് ബോക്സിൻ്റെ സൈസ് റെഡിയാക്കാൻ വേണ്ടി ഉണ്ടാക്കിയല്ല കേട്ടോ. വെരി ഗുഡ്. ഇതാ, ഇൻ ദി ട്രയാങ്കിൾ ഷോൺ what is the perpendicular distance from the top vertex to the bottom side? Question mark. What is the area of the triangle? അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഫിഗർ അവർ തന്നിട്ടുണ്ട്. ഒട്ടുമിക്ക ക്വസ്റ്റ്യനിലും ഫിഗർ അവർ തരും. പേര് നെയിം ചെയ്യേണ്ട, നെയിം തന്നിട്ടില്ല, നെയിം നമ്മൾ ചെയ്യും. ABC വരച്ചു, ഒരു പെർപെൻഡിക്കുലർ വരച്ചു, D എന്ന് കാണിച്ചു. അവർ സൈഡ് തന്നിരിക്കുന്നത് 4 ആണ്, ഇവിടെയും 4 ആണ്. ഇത് 120 ആണ്, അതിനെ ബൈസെക്റ്റ് ചെയ്തിട്ട് എത്രയായിട്ട് മാറി? 60 ആക്കിയിട്ട് വരച്ചു. ഇത്രയും കാര്യങ്ങളാണ് അവർ തന്നിരിക്കുന്നത്. അപ്പോൾ ഫിഗറിന് നെയിം നമ്മൾ ചെയ്തു. ഇന്ന ട്രയാങ്കിൾ ABC, ആംഗിൾ A 120 ഡിഗ്രി, സൈഡ് AB ആൻഡ് AC ആർ എത്ര?
4 വരും അല്ലേ. 120 ആകുമ്പോൾ ഇവിടെ എത്രയായിരിക്കും വരിക? 30 അവിടെ ഉണ്ടാകുക. നമുക്ക് ഓട്ടോമാറ്റിക്കലി നമുക്കിവിടെ അറിയാം 30 ആണെന്നറിയാം. ഇവിടെ പെർപെൻഡിക്കുലർ 90 ആണ്. അപ്പോൾ എന്തായിട്ട് മാറി? ഇവിടെ 60 ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു നമുക്കറിയാം. അപ്പോൾ 4 സെൻറ്റിമീറ്റർ 30 60 ആക്കി ഡിവൈഡ് ചെയ്തു. ഇവിടെ നമുക്ക് കണ്ടത് AD ആണ് ഫസ്റ്റ് കണ്ടത്. AD ഒരു റൈറ്റ് ട്രയാങ്കിൾ മാത്രം ഞാൻ ഷെയ്ഡ് ചെയ്തു. പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഫ്രം ടോപ്പ് ടു ബേസ് കാണണം. അതിനുശേഷം ഏരിയ ഓഫ് ദി ഗിവൺ ട്രയാങ്കിളാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഞാൻ ഇതിൽ ഷെയ്ഡ് ചെയ്ത ഏതെങ്കിലും ഒരു ട്രയാങ്കിൾ എടുക്കുക. രണ്ട് സെയിം ട്രയാങ്കിളാണ്. ഷെയ്ഡ് ചെയ്ത ട്രയാങ്കിൾ എടുത്തു. കൺസിഡർ ട്രയാങ്കിൾ ADC, ആംഗിൾ 30 60 90. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് എഴുതി വെക്കാം. കൺസിഡർ ട്രയാങ്കിൾ ADC 30 ഡിഗ്രി 60 ഡിഗ്രി 90 ഡിഗ്രി. ഇങ്ങനെ ഒരു ചാർട്ട് എഴുതണേ. 30 ഡിഗ്രി 60 ഡിഗ്രി 90 ഡിഗ്രി 30 ഡിഗ്രി 60 ഡിഗ്രി 90 ഡിഗ്രി. 30യുടെ ഓപ്പോസിറ്റ് സൈഡ് ഉണ്ടോ? ഇല്ല. ഉണ്ടോ? ഇല്ല. അതിൻ്റെ റേഷ്യോ ആദ്യത്തേക്ക് 1:√3:2 എഴുതി വെച്ചു. 30യുടെ ഓപ്പോസിറ്റ് സൈഡ് ഉണ്ടോ? ഇല്ല. അവിടെ വെച്ചു. 60യുടെ ഓപ്പോസിറ്റ് സൈഡ് ഉണ്ടോ? ഇല്ല. 90യുടെ ഓപ്പോസിറ്റ് സൈഡ് ഉണ്ടോ? ഉണ്ട്. എത്രയാ? 4. ആ തന്ന സാധനം നമ്മൾ വട്ടത്തിലിട്ടച്ച്. അതെന്തിനാ? മറ്റേ രണ്ടും കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. അത് തന്ന സൈഡാണെന്ന് നമ്മൾ മനസ്സിലാക്കി വെച്ചു. അപ്പോൾ 90യുടെ ഓപ്പോസിറ്റ് സൈഡ് ഉണ്ടോ? ഉണ്ട്. 30യുടെ ഓപ്പോസിറ്റ് സൈഡ് ഉണ്ടോ? ഇല്ല. കാണണം. 60യുടെ ഓപ്പോസിറ്റ് സൈഡ് ഉണ്ടോ? ഇല്ല. കാണണം. ദെൻ ആൾട്ടിറ്റ്യൂഡാണ് AD. ദെൻ CD കിട്ടിയാൽ BC ബേസ് കിട്ടും. ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ 30 60 90. അപ്പോൾ ആ ഫിഗറിൽ നിന്ന് ആംഗിൾസ് ഉണ്ടാക്കി വെച്ചു. ആ റൈറ്റ് ട്രയാങ്കിൾ കൺസിഡർ ചെയ്തു. ദെൻ ട്രയാങ്കിൾ ADC ആംഗിൾ 30 ഡിഗ്രി 60 ഡിഗ്രി 90 ഡിഗ്രി. പറഞ്ഞേ 30 ഡിഗ്രി 60 ഡിഗ്രി 90 ഡിഗ്രി. പറഞ്ഞേ 30 ഡിഗ്രി 60 ഡിഗ്രി 90 ഡിഗ്രി. സൈഡ്സ് ആർ ഇൻ ദി റേഷ്യോ നമുക്കിവിടെ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ 90യുടെ ഓപ്പോസിറ്റ് 4 അത് വട്ടത്തിലിട്ട് വെച്ചു. ഞാൻ പറഞ്ഞിട്ടുണ്ട് ലാർജർ സൈഡ് ആണെങ്കിൽ അതിൻ്റെ ഹാഫ് ആയിരിക്കും ആര് വരിക? സ്മോളർ സൈഡ്. അപ്പോൾ 30യുടെ ഓപ്പോസിറ്റ് എത്രയായിരിക്കും വരിക? 1 ആണോ? 1 ആണോ? അല്ല. 4ൻ്റെ ഹാഫ് 2. 4ൻ്റെ ഹാഫ് എത്രയാണ് മക്കളെ? 2. അപ്പോൾ എത്ര വന്നു? 30യുടെ ഓപ്പോസിറ്റ് സൈഡ് 2 എന്ന് വന്നു. 30യുടെ ഓപ്പോസിറ്റ് സൈഡ് 2. ഇനി എന്തായിരിക്കും മിഡിൽ സൈഡ് വരെ? എല്ലാവർക്കും അറിയാലോ 2√3. വെരി ഗുഡ്. 2 × √3. അപ്പോൾ ഇങ്ങനെ ചാർട്ട് എഴുതുമ്പോൾ നമുക്ക് ഈ റൗണ്ടിലിട്ടത് മനസ്സിലാക്കി ഇത് ക്വസ്റ്റ്യനിൽ തന്നതാണെന്നും മറ്റ് രണ്ട് സൈഡ്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തതാണെന്നും മനസ്സിലാക്കി. അപ്പോൾ ശ്രദ്ധിക്കുക. ഇൻ എനി ട്രയാങ്കിൾ ഓഫ് ആംഗിൾ 30 ഡിഗ്രി 60 ഡിഗ്രി 90 ഡിഗ്രി ദി സൈഡ്സ് ആർ ഇൻ ദി റേഷ്യോ 1:√3:2. 1:√3:2. ഇവിടെ പറഞ്ഞിരിക്കുന്നു ഇൻ ദി ഫിഗർ ട്രയാങ്കിൾ ABC ആംഗിൾ 120 ഡിഗ്രി AB4 AC4 ഇറ്റ് ഈസ് ആൻ ഐസോസെലസ് ട്രയാങ്കിൾ. ഡ്രോ പെർപെൻഡിക്കുലർ ഡ്രോൺ ഫ്രം ടോപ്പ് വെർട്ടെക്സ് ടു ബേസ്. ദ ട്രയാങ്കിൾ ഹാസ് ഡിവൈഡഡ് ഇൻ ടു 2 ട്രയാങ്കിൾ 30 60 90 30 60 90. Consider one triangle ADC 30 60 90. Then sides of opposite side of 90 degree 4 centimeter or 4 centimeter given. Then shorter side equal to 2, half the larger side, and middle side equal to into √3, 2√3. കിട്ടിയല്ലോ 2√3. അപ്പോൾ ഫസ്റ്റത്തെ ആൻസർ ആയല്ലോ. ഫസ്റ്റത്തെ ആൻസർ എന്താ? പെർപെൻഡിക്കുലർ ഡ്രോൺ ഫ്രം ടോപ്പ് വെർട്ടെക്സ് ടു ബേസ് ADC ഈക്വൽ ടു 2 സെൻറ്റിമീറ്റർ എന്ന് എഴുതി വെച്ചു. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഏരിയ ആണ് കണ്ടത്. ഏരിയൻ്റെ ഫോർമുല എന്താണെന്ന് അറിയാം മക്കളെ? 5th പഠിച്ചത് ഹാഫ് BH. ഏരിയ ഓഫ് ട്രയാങ്കിൾ എന്താണ്? ഹാഫ് BH. അറിയില്ലേ? ഹാഫ് BH. B ഇവിടെ H ഇവിടെ ഓൾറെഡി ആയി. AD ബീൻ്റെ കഷ്ണമായി. കഷ്ണം എന്ന് പറഞ്ഞാൽ ഈ CD-യുടെ അതേ ലെങ്ത് തന്നെ BD വരിക. കാരണം ഇൻ ആൻ ഐസോസെലസ് ട്രയാങ്കിൾ ദെൻ ടോപ്പ് പെർപെൻഡിക്കുലർ ഫ്രം ടോപ്പ് വെർട്ടെക്സ് ടു ബേസ് ഡിവൈഡഡ് ദി ബേസ് എന്ന് പഠിച്ചിട്ടുണ്ട്. ഐസോസെലസ് ട്രയാങ്കിളിലും പറ്റും, ഇക്വലേറ്ററൽ ട്രയാങ്കിളിലും പറ്റും. അപ്പോൾ ദർ BD is equal to 2√3, CD is equal to 2√3, then base BC is equal to 2√3 plus 2√3.
എത്രയാ 4√3. 9th ന്യൂ നമ്പേഴ്സിൽ പഠിച്ചതാണ് ഇറാഷണൽ നമ്പേഴ്സിൻ്റെ അഡീഷൻ. ലൈക്ക് ടേംസ് മാത്രമേ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ 2√3 + 2√2 ആഡ് ചെയ്യാൻ പറ്റത്തില്ല. 2√3 2√3 4√3 4√3 4√3 8√3 8√3 8√3 16√3. ഇതാണ് പരിപാടി. മനസ്സിലായല്ലോ? ഞാൻ പറയുമ്പോൾ എല്ലാം താഴെത്തട്ടിലെ ക്ലാസ് അടക്കം പറഞ്ഞുകൊണ്ടിരിക്കുക. കാരണം എന്താ, എല്ലാം പോയതാ, പിരിയൊക്കെ പോയി കുത്തിരിക്കുക. അപ്പോൾ അത് ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പോൾ ബി സി കിട്ടി. ഇനി ഏരിയാസ് ഈക്വൽ ടു ഹാഫ് ബി എച്ച്, ഹാഫ് ഇൻറ്റു ബി സി ഇൻറ്റു എ ഡി, ഹാഫ് ഇൻറ്റു ബി സി 4√3, എ ഡി എത്രയാണ് മക്കളെ 2. കട്ടതല്ല 2 കട്ട് ചെയ്ത് പോയതാണ്. എത്ര കിട്ടി? 4√3 സെൻറ്റിമീറ്റർ സ്ക്വയർ. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ 3 മാർക്ക്, 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ, അതിന് മാത്രം ഉണ്ട് സാധനം. സംഭവം സിമ്പിളാണ്, വളരെ സിമ്പിളാണ്. അപ്പോൾ ശ്രദ്ധിക്കുക, ഒന്നും കൂടി ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നു. ഇൻ എ ട്രയാങ്കിൾ എ ബി സി, ദെൻ എ ഡി ഇസ് പെർപെൻഡിക്കുലർ ഫ്രം ടോപ്പ് ടു ബേസ്. It has divided into 2 triangle. One triangle 30 60 90. Then triangle consider ADC 30 60 90. 1:√3:2. Then 90 opposite 4. Then shorter side 2. Middle side 2√3. Then altitude അതായത് perpendicular drawn from top to base 2 cm. Then base half of the base 2√3. Base full എത്ര വന്ന് 4√3. Area is equal to half BH. Half into 4√3 into 2. Cut 2 cut ചെയ്ത് that is equal to 4√3 centimeter square. മനസ്സിലായില്ലേ? അപ്പോൾ അത് വളരെ സിമ്പിളാണുള്ള പരിപാടി അല്ലേ? എന്താ സിമ്പിൾ എന്ന് പറഞ്ഞത്? ഇതൊരൊറ്റ ട്രയാങ്കിളിനെ ബേസ് ചെയ്തിട്ട് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഒരൊറ്റ ട്രയാങ്കിൾ മാത്രമേ ഇതിലുണ്ടാവുള്ളൂ. ആ ട്രയാങ്കിളിനെ കുറിച്ച് മാത്രം പഠിച്ചാൽ മതി. ആ ട്രയാങ്കിളാണ് നമുക്ക് ആവശ്യമുള്ളത്. ഒരേ ഒരു ട്രയാങ്കിൾ 30 60 90 അല്ലെങ്കിൽ 45 45 90. എപ്പോഴും ഉറക്കത്തത് പറഞ്ഞുകൊണ്ടേയിരിക്കണം. ഉറക്കത്ത് ഉണർന്നിട്ട് ഇങ്ങനെ ഞെട്ടി ഉണർന്നിട്ട് പറയണം 30 60 90 1:√3:2 45 45 90 1:1:√2 1:1:√2 1:√3:2. ഇങ്ങനെ തന്നെ ആയിരിക്കണം മനസ്സിൽ മുഴുവൻ ഈ പാഠം കഴിയുന്നവരെ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ ഈച്ച് ഓഫ് ദി ഫോളോയിങ് പാരലലോഗ്രാംസ്, find the distance between the top and bottom side. Distance between the top and bottom side. Question mark. Calculate the area of the each of parallelogram. അപ്പോൾ 2 പാരലോഗ്രാം തന്നിട്ടുണ്ട്. ടോപ്പും ബേസും തമ്മിലുള്ള ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യണം, പിന്നെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യണം. ഫസ്റ്റത്തെ ഒരു പാര ഞാൻ ഇവിടെ വരയ്ക്കുകയാണ്. ആ പാരയ്ക്ക് ഒരു നെയിം കൊടുക്കാം, ABCD. നെയിം അവർ തന്നിട്ടില്ല, റഫ് ഫിഗർ മാത്രമേ തന്നിട്ടുള്ളൂ. ഇവിടെ തന്നിരിക്കുന്നത് സൈഡ് 2, ഈ സൈഡ് 4. ഇവിടെ ഒരു ആംഗിൾ തന്നിട്ടുണ്ട് 45. ഞാനൊരു കൺസിഡർ വരച്ചു, ഒരു കൺസ്ട്രക്ഷൻ ചെയ്തു. അതിനെന്ത് കൊടുത്തു? E എന്ന് കൊടുത്തു. ഇപ്പോൾ ശ്രദ്ധിക്കുക എല്ലാവരും. അപ്പോൾ ഇവിടെ ഞാൻ ABCD is a figure, parallelogram. ABC equal to 4 cm and AD is equal to 2 cm. Then angle A is equal to 45 degree. Draw a perpendicular from D to AB. ഇതാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. DE ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. എന്താ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? DE. DE ഇസ് ദി പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഫ്രം ടോപ്പ് ടു ബേസ് അല്ലെങ്കിൽ 2 സൈഡ്സ്. ദെൻ ഈ ട്രയാങ്കിൾ ഒന്ന് ഷെയ്ഡ് ചെയ്യാം നമുക്ക് അല്ലേ. കൺസിഡർ ട്രയാങ്കിൾ ADE. ഇവിടെ 45 ആണ്, ഇവിടെ 90 ആണ്, ഇവിടെ എത്രയായിരിക്കും വരിക? 45 ആയിരിക്കും വരിക. അപ്പോൾ അതിൻ്റെ സൈഡ് റേഷ്യോ എന്താണ് വരിക? പറഞ്ഞാട്ടെ, അവർ ചാർട്ടാക്കി വെച്ചാൽ നമുക്ക് മനസ്സിലാവും. 45 45 90 എന്തായിരുന്നു? 45 45 90 റേഷ്യോ 1:1:√2. 45ൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഉണ്ടോ? ഇല്ല, അതാ കണ്ട്. ഇവിടുത്തെ 45ൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഉണ്ടോ? ഇല്ല, അതാ കണ്ട്. ഇത് ഈ 45ൻ്റെ ഓപ്പോസിറ്റ് സൈഡ് അല്ല കേട്ടോ. 4 എന്ന് പറഞ്ഞാൽ AB ആണ്, ടോട്ടൽ ലെങ്ത്. ചില പൊട്ടന്മാർ, അതായത് നല്ല ബുദ്ധിമാന്മാർ എന്ന് പറയും. പൊട്ടന്മാർ എന്ന് പറഞ്ഞാൽ ബുദ്ധിമാന്മാർ. ആ ബുദ്ധിമാന്മാർ എന്ത് ചെയ്യുന്നറിയോ? ഈ 45ൻ്റെ ഓപ്പോസിറ്റ് സൈഡ് 4 ആക്കിയിട്ട് എടുക്കും. 4 ഇല്ലടോ, ഇതായി കഷ്ണമുള്ളൂ 45ൻ്റെ ഓപ്പോസിറ്റ് സൈഡ്. മനസ്സിലായില്ലേ?
അതിനെ പിടിച്ച് 4 എന്ന് എടുക്കാൻ പറ്റുമോ? ഇല്ല, ഫുള്ളായിട്ടാണ് 4 തന്നത്. അപ്പോൾ 145ൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ 90യുടെ ഓപ്പോസിറ്റ് സൈഡ് ഉണ്ടോ? ഉണ്ട്. ഉണ്ടോ? ഉണ്ട്. എത്രയാ ഉണ്ടത്? ഉണ്ടത് എത്രയാ? പറഞ്ഞേ മക്കളെ. 90യുടെ ഓപ്പോസിറ്റ് സൈഡ് 2. 90യുടെ ഓപ്പോസിറ്റ് സൈഡ് 2. സ്മോളർ സൈഡ് തന്നാൽ നമുക്ക് നല്ല സുഖേനില്ലേ പരിപാടി? എന്ത് സുഖേനി സ്മോളർ സൈഡ് എന്നാൽ 1 1 റൂട്ട് 2 2 2 2 റൂട്ട് 2 3 3 3 റൂട്ട് 2 4 4 4 റൂട്ട് 2 5 5 5 റൂട്ട് 2 6 6 6 റൂട്ട് 7 7 7 റൂട്ട് 2 അങ്ങനെ പോകുന്നു അല്ലേ? അപ്പോൾ അതിന് തിരിച്ചും ഇങ്ങോട്ടും പറയാൻ പഠിക്കണ്ടേ? 1 1 റൂട്ട് 2 എന്ന് പഠിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? റൂട്ട് 2 1 1 എങ്ങനെ കിട്ടി? റൂട്ട് 2 അതിനെ ബൈ റൂട്ട് 2 ബൈ റൂട്ട് 2 ചെയ്തു അല്ലേ? എന്താ റൂട്ട് 2 ബൈ റൂട്ട് 2 ചെയ്തപ്പോൾ 1 1. ഇപ്പോൾ 2 2 2 റൂട്ട് 2 അല്ലേ? ഇനി 2 റൂട്ട് കൊണ്ട് ഡിവൈഡ് ചെയ്തൊക്കെ റൂട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്ര വരുന്നത്? 2 2 2 2 റൂട്ട് 2നെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ബൈ റൂട്ട് 2. ലാർജർ സൈഡ് തന്നാൽ ബൈ റൂട്ട് 2 ചെയ്താൽ മതി സ്മോളർ സൈഡ് കാണാൻ. 2 റൂട്ട് 2 ആണെങ്കിൽ ബൈ റൂട്ട് 2 2 2. 1 റൂട്ട് 2 ആണെങ്കിൽ ബൈ റൂട്ട് 2 1 1. 5 റൂട്ട് 2 ആണെങ്കിൽ ബൈ റൂട്ട് 2 5 5. 6 റൂട്ട് 2 ആണെങ്കിൽ ബൈ റൂട്ട് 2 6 6. 7 റൂട്ട് 2 ആണ് ലാർജർ സൈഡ്. അപ്പോൾ സ്മോളർ സൈഡ് എത്ര വരിക? 7 റൂട്ട് 2 ബൈ റൂട്ട് 2 7 7. 8 റൂട്ട് 2 ആണെങ്കിലോ 8 റൂട്ട് 2 ബൈ റൂട്ട് 2 8 8. അങ്ങനെയാണ് വരുന്നത്. അതല്ല അതിൻ്റെ ചാർട്ട് നോക്കുക. 2 2 2 റൂട്ട് 2. അപ്പോൾ സ്മോളർ ഇതിൻ്റെ ലാർജർ സൈഡ് 2 റൂട്ട് 2 അതെന്നതെങ്കിൽ സ്മോളർ സൈഡ് എങ്ങനെ കണ്ടു? 2 റൂട്ട് 2 ബൈ റൂട്ട് 2 കട്ട് റൂട്ട് 2 കട്ട് റൂട്ട് 2 എത്ര വന്നു? 2 2. ഇനി 3 3 3 റൂട്ട് 2 ഇതിനൊന്ന് റൂട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കിയോളി. 3 3. 4 4 4 റൂട്ട് 2 ഒന്ന് റൂട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കിയോളി. 4 4. 5 5 5 റൂട്ട് 2 ഒന്ന് റൂട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കി. 5 5. 6 6 6 റൂട്ട് 2 ഒന്ന് റൂട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കി. 6 6. അപ്പോൾ അവിടെ എന്താ നമുക്ക് മനസ്സിലാക്കേണ്ടത്? സ്മോളർ സൈഡ് തന്ന് ലാർജർ സൈഡ് കാണാൻ ഇൻറ്റു റൂട്ട് 2. ലാർജർ സൈഡ് തന്ന് സ്മോളർ സൈഡ് കാണാൻ ഡിവൈഡഡ് റൂട്ട് 2. തിരിഞ്ചാ എന്താണ്? സ്മോളർ സൈഡ് തന്ന് ലാർജർ സൈഡ് കാണാൻ ഇൻറ്റു റൂട്ട് 2. ദെൻ ലാർജർ സൈഡ് തന്ന് സ്മോളർ സൈഡ് കാണാൻ ഡിവൈഡഡ് ബൈ റൂട്ട് 2. അപ്പോൾ ഞാനിപ്പോൾ ചോദിച്ചു നോക്കാം. ലാർജർ സൈഡ് 7. അപ്പോൾ സ്മോളർ സൈഡ് എത്രയാ? 7 ബൈ റൂട്ട് 2 7 ബൈ റൂട്ട് 2 അത്രയോ പറയാനുള്ളൂ. ലാർജർ സൈഡ് 10 10 ബൈ റൂട്ട് 2 10 ബൈ റൂട്ട് 2. സ്മോളർ സൈഡ് 10. ലാർജർ സൈഡ് എത്ര? ലാർജർ സൈഡ് 10 റൂട്ട് 2 ഇൻറ്റു ചെയ്തു. സ്മോളർ സൈഡ് തന്നാൽ ഇൻറ്റു ചെയ്യുക, ലാർജർ സൈഡ് തന്നാൽ ഡിവൈഡ് ചെയ്യുക. ഇൻറ്റു ഡിവൈഡ് ഇൻറ്റു ഡിവൈഡ്. സ്മോൾ ടു ബിഗ് ഇൻറ്റു ബിഗ് ടു സ്മോൾ ഡിവൈഡ്. സ്മോൾ ടു ബിഗ് ഇൻറ്റു ബിഗ് ടു സ്മോൾ ഡിവൈഡ്. സ്മോൾ ടു ബിഗ് ഇൻറ്റു ബിഗ് ടു സ്മോൾ ഡിവൈഡ്. അതാ പരിപാടി. അപ്പോൾ ഇവിടെ ലാർജർ സൈഡാണ് 45 45 90ൽ തന്നത്. റൂട്ട് 2 ആണ് തന്നത്. 2 ആണ് ലാർജർ സൈഡ് തന്നത്. അപ്പോൾ സ്മോളർ സൈഡ് എത്ര വരിക? 2 ബൈ റൂട്ട് 2 2 ബൈ റൂട്ട് 2. അപ്പോൾ ലാർജർ സൈഡ് തന്നാൽ സ്മോളർ സൈഡ് കാണാൻ നമ്മൾ എന്ത് ചെയ്യണം പഠിച്ചു? ഡിവൈഡഡ് ബൈ റൂട്ട് 2. സ്മോളർ സൈഡ് തന്ന് ലാർജർ സൈഡ് കാണാൻ ഇൻറ്റു റൂട്ട് 2. അങ്ങോട്ട് ഇൻറ്റു റൂട്ട് 2, ഇങ്ങോട്ട് ഡിവൈഡഡ് റൂട്ട് 2. തിരിച്ചു മറിച്ചൊന്ന് ഓർത്താൽ മതി. അപ്പോൾ ഇങ്ങനെ ആരെങ്കിലും വെക്കാറുണ്ട്? ഒരു സൈഡ്, ഒരു ട്രയാങ്കിളിൻ്റെ സൈഡ് അല്ലെങ്കിൽ ഒരു പാരലോഗ്രത്തിൻ്റെ സൈഡ് 2 ബൈ റൂട്ട് 2 എന്നൊക്കെ വെക്കുമ്പം അതിനൊരു ഒരു 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 ക്ലാരിറ്റി ഇല്ല, അല്ലെങ്കിൽ ഒരു ലുക്കാലിറ്റി ഇല്ല, അല്ലെങ്കിൽ അതിനൊരു ഒരു ഒരു ഫുൾഫിൽ അല്ല അത് അല്ലേ? 2 ബൈ റൂട്ട് 2 എന്ന് അറിയാൻ പറയുമോ? ഇല്ല. അപ്പോൾ നമ്മൾ 9th ന്യൂ നമ്പേഴ്സിലേക്ക് പോകണം. 2 ബൈ റൂട്ട് 2 ഈസ് കൺവേർട്ടഡ് ഇൻ ടു ഡിനോമിനേറ്റർ ബൈ എ റാഷണൽ നമ്പർ. ഡിനോമിനേറ്ററിനെ റാഷണലൈസ് ചെയ്യണം. എങ്ങനെയാണ് റാഷണലൈസ് ചെയ്യാൻ പഠിച്ചത്? കോഞ്ചു. ഒരു സാധനം കേട്ടിരിക്കുന്നോ? കോഞ്ചു എന്ന് പറഞ്ഞാൽ പലതും കേട്ടിരുന്നു. പക്ഷേ കോഞ്ചുഗേറ്റ് എന്ന് പറഞ്ഞ സാധനം ഉണ്ട് അല്ലേ? കോഞ്ചുഗേറ്റ്. 2 ബൈ റൂട്ട് 2 മൾട്ടിപ്ലൈയിങ് ബോത്ത് ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ ബൈ റൂട്ട് 2. 2 റൂട്ട് 2 ബൈ 2 കട്ടു. അപ്പോൾ ഇവിടെ എത്ര വരിക? സ്മോളർ സൈഡ് റൂട്ട് 2 സ്മോളർ സൈഡ് റൂട്ട് 2 കണ്ട
കണ്ടോ √2. അപ്പോൾ ലാർജർ സൈഡ് എത്ര വന്നു? 2. √2 ഇൻറ്റു √2 ആണെന്ത്? 2. മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, 45, 90 ആണ് ഇവിടെ തന്നത്. 1:1:√2 ആണ്. സ്മോളർ സൈഡ് ഇല്ല, ലാർജർ സൈഡ് 2 ആണ്. ലാർജർ സൈഡ് തന്നാൽ സ്മോളർ സൈഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ ഡിവൈഡഡ് ബൈ ചെയ്യുമ്പോൾ ഒരൊറ്റ കാര്യം കൂടി അതിലേക്ക് കാൽക്കുലേറ്റ് ചെയ്തേക്കണം. എന്തുമാത്രം? റാഷണലൈസ് ദി ഡിനോമിനേറ്ററിനെ ഒന്ന് റാഷണലൈസ് ചെയ്യണം. മൾട്ടിപ്ലൈയിങ് ബോത്ത് ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ ബൈ കോഞ്ചുഗേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. എന്താണ് കോഞ്ചുഗേറ്റ്? വാട്ട് ഈസ് മീൻ ബൈ കോഞ്ചുഗേറ്റ്? പെയർ ഓഫ് നമ്പേഴ്സ് യൂസിങ് റാഷണലൈസ്, അല്ലെങ്കിൽ പെയർ ഓഫ് നമ്പേഴ്സ് യൂസിങ് വി ഗെറ്റ് എ പെർഫെക്റ്റ് നമ്പർ, റാഷണൽ നമ്പർ, അതിനെയാണ് പറയുക. പെയർ ഓഫ് നമ്പേഴ്സ് എന്നാണ് കോഞ്ചുഗേറ്റ് എന്ന് പറയുക. അപ്പോൾ ആ കോഞ്ചുഗേറ്റ് √2ൻ്റെ കോഞ്ചുഗേറ്റ് √2, √3ൻ്റെ കോഞ്ചുഗേറ്റ് √3, 3ൻ്റെ കോഞ്ചുഗേറ്റ് 3 ഇല്ല, 3 ഈസ് എ പെർഫെക്റ്റ് നമ്പർ അല്ലേ. √2 + 1ൻ്റെ കോഞ്ചുഗേറ്റ് √2 - 1 ഒക്കെ പഠിച്ചതാണ് 9th. അങ്ങനെ ലാർജർ സൈഡ് 2, സ്മോളർ സൈഡ് 2/√2. Then 2/√2 is converted into rationalized denominator, multiplying both numerator and denominator by √2. Then we get 2√2/2. Cut 2, that's equal to √2. Then DE, perpendicular from ടോപ്പ് ആൻഡ് ബേസ് അല്ലെങ്കിൽ പാരലൽ സൈഡ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്ര കിട്ടി? √2 യൂണിറ്റ്, √2 സെൻറ്റിമീറ്റർ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞത് ഏരിയ. വാട്ട് ഈസ് മീൻ ബൈ ഏരിയ ഓഫ് പാരലോഗ്രാം? BH ആണോ ഹാഫ് BH ആണോ? അപ്പോൾ ഒരു ഡൗട്ടാണ്, BH ആണോ ഹാഫ് BH ആണോ? BH ആണോ ഹാഫ് BH ആണോ? BH ആണ്. കാരണം എന്താ? ഹാഫ് BH ട്രയാങ്കിളാണ്. പാരലോഗ്രാം എന്താണ്? BH. ബേസ് എത്രയാ? AB. ഹൈറ്റ് എത്ര? DE. AB എത്രയാണ് അവർ തന്നത്? 4. DE എത്രയാണ്? നമ്മളിപ്പം കണ്ടുപിടിച്ചു √2. അപ്പോൾ എത്ര കിട്ടി? 4√2 സെൻറ്റിമീറ്റർ സ്ക്വയർ. √2ൻ്റെ വാല്യൂ ഒന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട, ക്വസ്റ്റ്യൻ പേപ്പറിൽ പറഞ്ഞാൽ മാത്രം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി, അല്ലെങ്കിൽ 4√2 എന്ന് മാത്രം എഴുതി വെച്ചാൽ മതി. ഓക്കെ, റെഡി, ഡൺ. അപ്പോൾ നമ്മളിപ്പോൾ എന്ത് കാര്യം പഠിച്ചു? ഇതിൽ നിന്ന് സ്മോളർ 45, 90ൽ സ്മോളർ സൈഡ് തന്ന് ലാർജർ കാണാൻ ഇൻറ്റു √2, ലാർജർ സൈഡ് തന്ന് സ്മോളർ സൈഡ് കാണാൻ ഡിവൈഡഡ് ബൈ √2. അത് മെമ്മറിയിലേക്ക് കയറ്റി വെച്ചാൽ മതി, ബൈ ഹാർട്ടൊന്നും പഠിക്കേണ്ട, മെമ്മറിയിൽ വെച്ചാൽ മതി. സ്മോളർ സൈഡ് തന്ന് ലാർജർ സൈഡ് കാണാൻ എന്താണ്? സ്മോളർ സൈഡ് തന്ന് ലാർജർ സൈഡ് കാണാൻ ഇൻറ്റു √2. ലാർജർ സൈഡ് തന്ന് സ്മോളർ സൈഡ് കാണാനോ? ഡിവൈഡഡ് ബൈ √2. അത് മെമ്മറിയിൽ ഇടണം എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, വേറെ ഒരു കാര്യം പറഞ്ഞിട്ടില്ല. ഓക്കെ, അടുത്തൊരു അതിൽ ഫോളോയിങ് പാരലോഗ്രാംസ് എന്നല്ലേ പറഞ്ഞത്, അതിൽ തന്നെ ഒരു ഫിഗറും കൂടി ഉണ്ട്. ഒരു പാരലോഗ്രാം വരയ്ക്കുക, മനോഹാരിതയിൽ വരച്ചോളൂ, മനോഹാരിതയിൽ. നെയിം ചെയ്യുക, PQRS ആയിക്കോട്ടെ, PQRS പാരലോഗ്രാം. ദെൻ P, ദെൻ P, ദെൻ P, ദെൻ P, ദെൻ പിന്നെ P, ദെൻ ഇവിടെ ബേസ് 4, PQ4. ദെൻ ഇത് 2 സെൻറ്റിമീറ്റർ. ഇവിടെ ആംഗിൾ 60. ഇവിടെ ഒരു പെർപെൻഡിക്കുലർ ഡോട്ടർ ലൈൻസ് ആക്കി വരച്ചോളുക. ഇവിടെ 90 ഡിഗ്രി, അതിന് T എന്ന് കൊടുക്കുക, PQRS T. എന്ത് കൊടുത്തു? T എന്ന് കൊടുത്തു കേട്ടോ. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കില്ല എല്ലാവരും. അപ്പോൾ അവിടെ സെക്കൻഡ് ഫിഗർ, ആ സബ് ക്വസ്റ്റ്യനിൽ ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തു 45, 90 ആയിരുന്നെങ്കിൽ ഇപ്പോൾ സെക്കൻഡ് ഫിഗറായിട്ട് തന്നിരിക്കുന്നത് 30, 60, 90. ഇവിടെ നോക്കൂ, ഇനി പാരലോഗ്രാം PQRS, ദെൻ പെർപെൻഡിക്കുലർ ഡ്രോൺ ഫ്രം S ടു ബേസ്, അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി പാരലൽ സൈഡ്സ്. കൺസിഡർ ട്രയാങ്കിൾ PST, കൺസിഡർ ട്രയാങ്കിൾ PST. ഇവിടെ എത്ര മക്കളെ? P എത്രയാ? 60 ഡിഗ്രി. T എത്ര? 90. അപ്പോൾ ഇവിടെ ടോപ്പ് എത്രയായിരിക്കും വരിക? 30. അപ്പോൾ ഇവിടെ ഏതാ റേഷ്യോ ചാർട്ട്? അവനൊരു ബോക്സിലാക്കി വെച്ചാൽ മതി കേട്ടോ, നല്ല സുഖമാണ്, പെട്ടെന്ന് നമുക്ക് ക്യാച്ച് ചെയ്യാം. 30, 60, 90. എന്താ റേഷ്യോ? 1:√3:2. ഇനി തന്നത് ഏതൊക്കെയാണ് വരിക? സ്മോളർ സൈഡ് 30യുടെ ഓപ്പോസിറ്റ് ഉണ്ടോ? PT ഇല്ല, അൺനോൺ, കാണണം, തന്നിട്ടില്ല. 60യുടെ ഓപ്പോസിറ്റ് ഉണ്ടോ? ഇല്ല, സന്തോഷം, കാണണം, ST കാണണം. 90യുടെ ഓപ്പോസിറ്റ് ഉണ്ടോ? ഓ ഉണ്ട്, 2. എത്രയാ? 2. ഇതാണ് തന്നിരിക്കുന്നത്.
90യുടെ ഓപ്പോസിറ്റ് 2 ആണെങ്കിൽ അതിൻ്റെ നേർ ഹാഫ് അല്ലേ 30യുടെ ഓപ്പോസിറ്റ് വരുന്നത് 1. ഇതാ 2 ആണെങ്കിൽ 1, 4 ആണെങ്കിൽ 2, 6 ആണെങ്കിൽ 3, 8 ആണെങ്കിൽ 4, 10 ആണെങ്കിൽ 5. പഠിച്ചതല്ലേ നമ്മൾ. അപ്പോൾ അടുത്ത സൈഡ് എന്തൊക്കെയും വരിക? സ്മോളർ സൈഡ് ഇൻറ്റു √3, സ്മോളർ സൈഡ് ഇൻറ്റു √3. അപ്പോൾ ലാർജർ സൈഡ് തന്നു, സ്മോളർ സൈഡ് കാണാൻ അതിൻ്റെ ഹാഫ് എടുത്തു, ഹാഫ് എടുത്തപ്പോൾ ആ സ്മോളർ സൈഡ് ഇൻറ്റു √3 ആണെന്ത് മിഡിൽ സൈഡ്. അപ്പോൾ എന്താ വരിക? 1:3:2 തന്നെയാണ് വരിക. 1 സെൻറ്റിമീറ്റർ, √3 സെൻറ്റിമീറ്റർ, 2 സെൻറ്റിമീറ്റർ. അപ്പോൾ 60യുടെ ഓപ്പോസിറ്റ് ഇവിടെ എത്ര വന്നു? √3. ഇനി നമുക്ക് എന്ത് കാണണം? അപ്പോൾ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് കിട്ടി, ST = √3. ഇനി ഏരിയ കാണണം അല്ലേ? ഏരിയ = ബേസ് ഇൻറ്റു ഹൈറ്റ് PQ ഇൻറ്റു ST 4 ഇൻറ്റു √3. എത്ര കിട്ടി മക്കളെ? 4√3 സെൻറ്റിമീറ്റർ സ്ക്വയർ. എത്ര കിട്ടി? 4√3 സെൻറ്റിമീറ്റർ സ്ക്വയർ. നേരത്തെ കിട്ടിയത് 4√2 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഇവിടെ എത്ര കിട്ടി? 4√3 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഇത് √3ൻ്റെ വാല്യൂ കൊടുക്കണോ? ഒന്നും വേണ്ട, അത്ര മാത്രമേ ഉള്ളൂ ഇതിൽ അല്ലേ? അപ്പോൾ വളരെ സിമ്പിൾ കാൽക്കുലേഷനാണ്, വളരെ സിമ്പിൾ ലോജിക്ക് നമ്മളിപ്പോൾ അപ്ലൈ ചെയ്തിരിക്കുന്നു. ഏതാ സിമ്പിൾ ലോജിക്കായിട്ട് വന്നിരിക്കുന്നത്? 30, 60, 90യുടെ ആംഗിൾസ് ആൻഡ് സൈഡ്സ് എന്നാണല്ലോ ക്വസ്റ്റ്യൻ സൈഡ് ഹെഡിങ് തന്നെ. അപ്പോൾ 30, 60, 90യുടെ സൈഡ്സ് തരുമ്പോൾ റിലേഷൻസ് പഠിച്ചു. സ്മോളർ സൈഡ് തന്നാൽ ലാർജർ ഡബിൾ, ലാർജർ തന്നാൽ അതിൻ്റെ ഹാഫാണ് സ്മോളർ, പിന്നെ മിഡിൽ സൈഡ് അവിടെ ഇൻറ്റു ചെയ്താൽ. 45, 45, 90യിൽ പഠിച്ചു. സ്മോളർ തന്ന് ബിഗ്ഗർ കാണാൻ ഇൻറ്റു √2, ബിഗ്ഗർ തന്ന് സ്മോളർ കാണാൻ ഡിവൈഡഡ് ബൈ √2. അത് ഓർത്ത് രണ്ട് കാര്യങ്ങൾ ഓർത്തിരിക്കേണ്ടതുള്ളൂ. അത് മനസ്സ് കയറ്റിയിരിക്കണം എല്ലാവരും. അടുത്ത നമ്മളിപ്പം ചെയ്തു പാരലോഗ്രത്തിൻ്റെ ക്വസ്റ്റ്യൻസൊക്കെ ചെയ്തു, 2-3 പ്രോബ്ലം ചെയ്തു, ഒരു 4th പ്രോബ്ലം കൂടി ചെയ്യുക. അതോടുകൂടി നമുക്ക് ഈ ടോപ്പിക്ക് അവസാനിപ്പിക്കാം. എ റെക്റ്റാങ്കുലർ ബോർഡ് is to be cut along the diagonal, and the pieces rearranged to form an equilateral triangle, full stop. The sides of the triangle must be 50 centimeter. What should be the length and breadth of the rectangle? ഇതാണ് റെക്റ്റാങ്കുലർ ബോർഡ്. ഡയഗണലിലൂടെ കട്ട് ചെയ്ത് ആ 2 പീസ് റീഅറേഞ്ച് ചെയ്തിട്ട് ഒരു ഇക്വലേറ്ററൽ ട്രയാങ്കിളാക്കി മുറിച്ചു. ആ ഇക്വലേറ്ററൽ ട്രയാങ്കിൾ ABC എന്ന് നെയിം കൊടുത്തു. സൈഡ് മസ്റ്റ് ബി 50 ആയിരിക്കണം എന്നറിയാം അല്ലേ? അപ്പോൾ ഇവിടെ ഇക്വലേറ്ററൽ ട്രയാങ്കിൾ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ മുകളിൽ തന്നെ അവിടെ റെക്റ്റാങ്കിൾ ഒന്ന് കറക്റ്റ് കണക്ട് ചെയ്ത് ഉണ്ടാക്കി വെച്ചു. ദെൻ ഡയഗണൽ ഓഫ് ദി റെക്റ്റാങ്കിൾ ബിക്കം സൈഡ് ഓഫ് ദി ഇക്വലേറ്ററൽ ട്രയാങ്കിൾ, സൈഡ് 50 ആയിട്ട് മാറുന്നു. ബ്രെഡ്ത്ത് ഓഫ് ദി റെക്റ്റാങ്കിൾ ബിക്കം ഹാഫ് ദി ബേസ് ഓഫ് ഇക്വലേറ്ററൽ ട്രയാങ്കിൾ. ലെങ്ത് ഓഫ് ദി റെക്റ്റാങ്കിൾ ബിക്കം ആൾട്ടിറ്റ്യൂഡ് ഓഫ് ദി ഇക്വലേറ്ററൽ ട്രയാങ്കിൾ. അപ്പോൾ അതിനെ ഞാനൊരു പേപ്പർ വെച്ചിട്ട് റീഅറേഞ്ച് ചെയ്ത് മുറിച്ച് കാണിച്ചു തരാം. ഇതാണ് ഒരു റെക്റ്റാങ്കുലർ ഷീറ്റ് അല്ല റെക്റ്റാങ്കുലർ ബോർഡ്. ഇതിന് ഞാൻ ഡയഗണലിലൂടെ മുറിച്ച് 2 പീസാക്കി. കണ്ട, ഈ 2 പീസിനെ റീഅറേഞ്ച് നടത്തി. ആ റീഅറേഞ്ച് നടത്തിയിട്ട് എനിക്ക് എന്ത് കിട്ടി? ഒരു ഇക്വലേറ്റർ ട്രയാങ്കിൾ ഫോം ചെയ്തു. മാജിക് കണ്ടിട്ട് ആർക്കും സാധിക്കില്ല, അത് വളരെ പ്രധാനപ്പെട്ടൊരു മാജിക്കാണ്. അപ്പോൾ ഒരു ഇക്വലേറ്റർ ട്രയാങ്കിൾ കിട്ടി. ആ ഇക്വലേറ്റർ ട്രയാങ്കിൾ കിട്ടുമ്പോഴാണ് ഇവിടെ പ്രത്യേകത എന്ത്? ഡയഗണൽ ഓഫ് ദി റെക്റ്റാങ്കിൾ ബിക്കം സൈഡ് ഓഫ് ദി ഇക്വലേറ്റർ ട്രയാങ്കിൾ. ബ്രെഡ്ത്ത് ഓഫ് ദി റെക്റ്റാങ്കിൾ ബിക്കം ഹാഫ് ദി ബേസ് ഓഫ് ഇക്വലേറ്റർ ട്രയാങ്കിൾ. ദെൻ ലെങ്ത് ഓഫ് ദി റെക്റ്റാങ്കിൾ ബിക്കം ആൾട്ടിറ്റ്യൂഡ് ഓഫ് ദി ഇക്വലേറ്റർ ട്രയാങ്കിൾ. ഇത് 60, ഇവിടെ 90, ഇവിടെ 30. അപ്പോൾ ഈ ഷെയ്ഡ് ചെയ്ത ട്രയാങ്കിൾ ഏതാണ്? കൺസിഡർ ട്രയാങ്കിൾ ADC. അതേതാ റേഷ്യോ വരുന്നത്? 30 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രി, 1:√3:2. 60യുടെ ഓപ്പോസിറ്റ് ഉണ്ടോ? ഇല്ല, അത് കാണണം. അതാണ് ലെങ്ത് ഓഫ് റെക്റ്റാങ്കിൾ. 30യുടെ ഓപ്പോസിറ്റ് ഉണ്ടോ? ഇല്ല, അതാണ് ബ്രെഡ്ത്ത് ഓഫ് റെക്റ്റാങ്കിൾ. 90യുടെ ഓപ്പോസിറ്റ് ഉണ്ടോ? ഉണ്ട്, അതാണ് എത്ര? 50. 50 ആണെങ്കിൽ ലാർജർ സൈഡ് 50 ആണെങ്കിൽ സ്മോളർ സൈഡ് എത്രയായിരിക്കും? 25.
മിഡിൽ സൈഡ് എത്രയായിരിക്കും വരിക? 25√3. ഇവിടെ 25 വന്നു, ഇവിടെ 25√3. അപ്പോൾ ബ്രെഡ്ത്ത് എത്ര? 25. ലെങ്ത് എത്ര? 25√3. ബ്രെഡ്ത്ത് എത്ര? 25. ലെങ്ത് എത്ര? 25√3. കറക്റ്റാണല്ലോ. അപ്പോൾ ഒരു റെക്റ്റാങ്കിളിനെ മുറിച്ചു 2 പീസാക്കി, ആ 2 പീസ് യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഒരു ഇക്വലാറ്ററൽ ട്രയാങ്കിൾ. ഇതാണ് റെക്റ്റാങ്കിൾ. എല്ലാവരും A4 ഷീറ്റ് എടുത്ത് മുറിച്ച് വെക്കുക. ഡയഗണലിലൂടെ കട്ട് ചെയ്തു, 2 പീസാക്കി റീഅറേഞ്ച് നടത്തി. കണ്ടോ? ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ഫോം ചെയ്തു. ആ ഇക്വലാറ്ററൽ ട്രയാങ്കിൾസിൻ്റെ സൈഡ്സ് റിലേഷനാണ് പഠിക്കുന്നത്. എന്താണ്? ബ്രെഡ്ത്ത് ഓഫ് ദി റെക്റ്റാങ്കിൾ ബിക്കം ഹാഫ് ദി ബേസ് ഓഫ് ട്രയാങ്കിൾ, ഇക്വലാറ്ററൽ ട്രയാങ്കിൾ. ലെങ്ത് ഓഫ് ദി റെക്റ്റാങ്കിൾ ബിക്കം altitude of the equilateral triangle. Diagonal of the rectangle become side of the equilateral triangle. Then shade the triangle ADC. Consider triangle ADC 30, 60, 90. 90യുടെ ഓപ്പോസിറ്റ് 50 ആണ്. അപ്പോൾ 30യുടെ ഓപ്പോസിറ്റ് അതിൻ്റെ ഹാഫ് 25, 60യുടെ ഓപ്പോസിറ്റ് 25√3. അവിടെ നമ്മൾ റേഷ്യോ പഠിച്ചത് 1:√3:2. 1 ആണെങ്കിൽ 2, 2 ആണെങ്കിൽ 4, 4 ആണെങ്കിൽ 8, 8 ആണെങ്കിൽ 16. അങ്ങനെയാണ് സ്മോളറും ലാർജറും തമ്മിലുള്ള റിലേഷൻ. അതാണ് 30, 60യുടെ റിലേഷൻ അല്ലേ. 45, 45, 90ക്ക് വേറെ റിലേഷനാണ്. √2 ഡിവൈഡഡ് ബൈ √2. അത് മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്തത്. അപ്പോൾ അടിയിൽ എന്ത് എഴുതി വെക്കണം? ലെങ്ത് ഓഫ് ദി റെക്റ്റാങ്കിൾ ഈക്വൽ ടു 25√3. ബ്രെഡ്ത്ത് ഓഫ് ദി റെക്റ്റാങ്കിൾ ഈക്വൽ ടു 25 സെൻറ്റിമീറ്റർ. രണ്ടിന് യൂണിറ്റ് എഴുതി വെക്കുക. ഓക്കെ. അപ്പോൾ എന്താ ഇപ്പം പഠിച്ചിരിക്കുന്ന ചാപ്റ്റർ? പുതിയൊരു ചാപ്റ്റർ, വളരെ മാജിക്കായിട്ടുള്ള ചാപ്റ്റർ, ആദ്യമായിട്ട് പഠിക്കുന്നൊരു ചാപ്റ്റർ. എന്താണ് ചാപ്റ്റർ? ട്രിഗണോമെട്രി. വാട്ട് ഈസ് മീൻ ബൈ ട്രിഗണോമെട്രി? ട്രൈഗോണോമെട്രി. ട്രൈ മീൻസ് 3, ഗോൺ മീൻസ് സൈഡ്സ്, മെട്രിക് മീൻസ് മെഷർ. 3 sides measure. Then study of sides and angles of right triangle, that is called trigonometry. Then based on 2 triangles 30, 60, 90, 1:√3:2, 45, 45, 90, 1:1:√2. ആ 2 കേസിൽ 4 പ്രോബ്ലം നമ്മൾ ചെയ്തു. അത് പ്രാക്ടീസാക്കി. ഇനിയും അതിൽ കുറച്ച് പ്രോബ്ലം കൂടിയുണ്ട്. പുതിയ ടോപ്പിക്കിലേക്ക് കിടക്കും. ഓക്കെ, റെഡിയാണല്ലോ? റെഡി. ഓക്കെ, താങ്ക് യു.